കിങ്ങിണി മുങ്ങി. കഴിഞ്ഞ ദിവസം വരെ വലിയ അവകാശവാദവുമായി നിന്ന ആ രാമനിലയത്തിലെ പഴയ ഞരമ്പ് രോഗി കിങ്ങിണിക്കുട്ടൻ തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി ഓടി. വളരെ ദയനീയമായ പരാജയം. സംസ്ഥാനത്ത് UDF മറ്റെല്ലായിടങ്ങളിലും മികച്ച വിജയം കൈവരിച്ചപ്പോൾ തലസ്ഥാന നഗരിയിൽ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങി 3-ാം സ്ഥാനത്തേക്ക് കിങ്ങിണിക്കുട്ടൻ നേതൃത്വം കൊടുത്ത UDF പോയി. കിങ്ങിണിക്കുട്ടന്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായി തലസ്ഥാനത്ത് താമര വിരിയിച്ചു. NDAക്ക് 50 സീറ്റുകൾ നൽകി. അങ്ങനെ NDAക്ക് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുവാനുള്ള ഒരു അവസരം കിങ്ങിണിക്കുട്ടൻ ഉണ്ടാക്കി കൊടുത്തു. ഇന്നലെ വരെ വലിയ വീരവാദങ്ങൾ അടിച്ച, രാഹുലിനെ വനവാസത്തിനയക്കുമെന്ന് പറഞ്ഞ ആ കിങ്ങിണിക്കുട്ടൻ യഥാർത്ഥത്തിൽ ഇന്ന് പ്രാണരക്ഷാർത്ഥം മുങ്ങി എന്നാണ് വിവരം. അതുപോലെ തന്നെ രാഹുലിനെ വേട്ടയാടിയ അന്തംഗമ്പി സർക്കാരിന് 29 സീറ്റുകൾ മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ. NDA 50 സീറ്റുകൾ കരസ്ഥമാക്കിയപ്പോൾ UDFന് വെറും 19 സീറ്റുകൾ മാത്രം കരസ്ഥമാക്കി 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. അതുപോലെ സ്വതന്ത്രന്മാർ 2 സീറ്റുകളിലും വിജയിച്ചു. ഇന്നലെ വരെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു കിങ്ങിണിക്കുട്ടൻ വന്ന് നടത്തിയത്? UDFുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യമായ പോർട്ട്ഫോളിയോ ഇല്ലെങ്കിൽ പോലും ഒരു KPCC അധ്യക്ഷൻ ചമഞ്ഞ്, ഒരു KPCC അധ്യക്ഷൻ പറയേണ്ടതായ കാര്യങ്ങൾ കേക്കച്ചന്റെ ആശീർവാദത്തോടെ വന്നു നിന്നാണ് അയാൾ പല കാര്യങ്ങളും പറഞ്ഞത്. അതുപോലെ തന്നെ ഉണ്ണിത്താനും. എന്നാൽ ഇന്ന് വളരെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി വീടിന് പുറത്തു പോലും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്കായി നമ്മുടെ പഴയ കിങ്ങിണിക്കുട്ടൻ. കിങ്ങിണിക്കുട്ടൻ ഇനി സഹോദരിയെ പോലെ NDAയുടെ കൂട്ടിൽ ചെന്ന് കയറുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. കാരണം യാതൊരു മാനവും ഉളുപ്പുമില്ലാത്തവനായതുകൊണ്ട് അതിനും സാധ്യതയുണ്ട്. ഗതികെട്ട് കിങ്ങിണിക്കുട്ടൻ BJPയിൽ പോയി ചേക്കേറാനുള്ള സകല സാധ്യതകളുമുണ്ട്. മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് വിടുവാടിക്കുമ്പോൾ കിങ്ങിണിക്കുട്ട നീ ഓർക്കണം, സൂര്യൻ അസ്തമിക്കും, വീണ്ടും ഉദിക്കും. ഇപ്രകാരമുള്ള പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അടി കിട്ടുമെന്ന കാര്യം മറന്നു പോകരുത്. ഇത് ജനങ്ങൾ തന്ന കരണത്തുള്ള അടിയാണ്. കിങ്ങിണിക്കുട്ടന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ചെറിയ പ്രസംഗ ശകലങ്ങളൊന്ന് കേട്ട ശേഷം നമുക്ക് മടങ്ങി വരാം. നല്ല ആവേശമുണ്ട്. സാധാരണ കോർപ്പറേഷനിൽ അങ്ങനെ തിരക്ക് ഇവിടെ ഉണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ നന്നായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പോളിംഗ് ബൂത്തിലൊക്കെ അത്യാവശ്യം ക്യൂവും സംവിധാനമൊക്കെ ഉണ്ട്. കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ ഞാൻ വന്നൊരാൻ കയറി വോട്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് മുമ്പ് തന്നെ 2 പേരുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ. അതിന്റെ തന്നെ അർത്ഥം നല്ലൊരു ആവേശം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്, 100% വിശ്വാസം. ഈ തിരക്ക് ആർക്ക് അനുകൂലമാക്കും? ഇത് UDFന് അനുകൂലമാകും. കാരണം മാറ്റത്തിന് വേണ്ടിയുള്ള ആവേശമാണ്. അതുകൊണ്ട് തന്നെ 101% UDF ജയിച്ചിരിക്കും. KMA നഗരസഭയിലെ കോർ കമ്മിറ്റി കൺവീനർ ആണല്ലോ. എങ്ങനെ എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു? ഞാൻ പറഞ്ഞത് 55 സീറ്റിൽ ഒരു സീറ്റ് പോലും കുറയില്ല. UDF അധികാരത്തിൽ വരും തീർച്ചയായും. അതാണല്ലോ UDF അധികാരത്തിൽ വരുന്ന പറയാൻ കാരണം. 55 സീറ്റ് UDFന് ലഭിക്കും. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. തെക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അത് ഞങ്ങളെ ബാധിക്കില്ല. കാരണം BJPയിലെ ആഭ്യന്തര തർക്കങ്ങൾ കാരണം അവർക്ക് ലഭിക്കേണ്ട പല വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം അതാണ്. അപ്പോൾ മാത്രമല്ല വടക്കൻ കേരളത്തിൽ മികച്ച പോളിംഗും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും UDFന് 14 ജില്ലകളിലും നല്ല മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അതിന് ആ രീതിയിലുള്ള റിസൾട്ടായിരിക്കും നാളെ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേഷൻ ഉണ്ടാവണമല്ലോ. അതിനല്ലേ UDFന് മുൻതൂക്കം എന്ന് പറയുമ്പോൾ ഭരണമാറ്റം തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഭരണമാറ്റം ഉണ്ടാവും. ഞങ്ങൾക്ക് 6 പ്രതീക്ഷയുണ്ട്. ഒന്നും തള്ളിക്കളയാനില്ല. 6 കോർപ്പറേഷനിൽ നല്ല മുന്നേറ്റം. ഒരു കാര്യം ഞാൻ പറയാം, പിന്നെ എന്തൊക്കെ ചെയ്താലും ശരി, നിങ്ങളെ എത്ര കള്ളവോട്ടുകൂടെ ചെയ്താലും കള്ളവോട്ട് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ എത്ര നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് ഡിസംബർ 13 അറിയാം. ഞങ്ങളുടെ വിജയത്തിന് ഇതൊന്നും ബാധിക്കില്ല. പക്ഷേ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്രയും ചീപ്പായിട്ടുള്ള കളി കളിക്കാൻ പാടില്ല. ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ഭയപ്പെടില്ല. വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ 1 മണിക്കൂർ മാത്രമേ പോളിംഗ് ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. എന്തെല്ലാം കള്ളത്തരം കാണിച്ചാലും ശരി, വഞ്ചിയൂർ ഉൾപ്പെടെ UDF ജയിച്ചിരിക്കും.
ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ കാലത്ത് പറഞ്ഞ സീറ്റിന്റെ നമ്പറിൽ ഒരു മാറ്റവും ഇല്ല. മിനിമം 55 സീറ്റ് വാങ്ങി UDF ഇത്തവണ നഗരം ഭരിക്കും. കള്ള വോട്ട് കൊണ്ട് പിടിക്കാൻ കഴിയില്ല എന്ന് ഇത്തവണ CPM-ന് മനസ്സിലായി. പിന്നെ BJP-യെ സംബന്ധിച്ച് അവർ പിക്ചറിലേ ഇല്ല. ഇന്ന് ഒരു IPS ഉദ്യോഗസ്ഥ, റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥ കാണിച്ച ചീപ്പായിട്ടുള്ള കളി. അവരിത്തവണ അവർ കൗൺസിലർ ആയാലല്ലേ മേയറാവുള്ളൂ. 60 സീറ്റ് കിട്ടുന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ 0 വിലയില്ല എന്നവർ കണക്കാക്കി കാണും. 1/2 ഡസനായിരിക്കും അവർ ഉദ്ദേശിച്ച് കാണുക. അത് ചിലപ്പോൾ ഉണ്ടാവും. ഞങ്ങൾ പറയുന്നത് ഒരു ഡസൻ വരെ കിട്ടാം, അതിലപ്പുറം പോകില്ല. ഏതായാലും കിങ്ങിണി ഇനി എന്ന് പൊങ്ങുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.